സംഘടന ഇല്ലാത്ത ആളുകൾക്ക് ഇവരെല്ലാം കൂടി ഒരു സംഘടനയാണ്. അപ്പോൾ നിങ്ങൾ സംഘടനയിലുള്ള ആളുകൾക്ക് പലാപരാവാരം അത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് സംഘടനയുടെ ഉള്ളിലുള്ള ആളുകൾക്കെതിരെ നിങ്ങൾക്കുണ്ടല്ലോ പറ. അപ്പൊ അതൊരു ഹിസ്ബിയത്തല്ലേ? ഹിസ്ബില്ലാത്ത അത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. അതായത് സംഘടന വിട്ടു എന്നുള്ളത് കൊണ്ട് ഹിസ്ബിയത്ത് വിട്ടു എന്നൊന്നും അർത്ഥമില്ല. അല്ലെങ്കിൽ സംഘടന ഇല്ലാത്ത ആളുകൾക്ക് ഹിസ്ബിയത്ത് ഇല്ല എന്നതിന് അർത്ഥമില്ല. അങ്ങനെ ഉണ്ടാകാം. കാരണം പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു പണ്ഡിതന്മാരുടെ പേരിൽ ഒരു ഹിസ്ബിയത്ത് നടത്തുക. അന്ന് സംഘടന ഇല്ല. പക്ഷെ പണ്ഡിതന്മാരുടെ പേരിൽ പക്ഷപാതിത്വം കാണിച്ചിട്ട് ഹിസ്ബിയത്ത്, ആ പണ്ഡിതൻ അംഗീകരിക്കുന്ന ആളെ യഥാർത്ഥ മാർഗത്തിലുള്ള ആളായും അല്ലാത്ത ആളുകളെ വലാലത്തിന്റെ മാർഗത്തിലെ ആളുകളായും കാണുന്നുണ്ട്. ഇപ്പൊ ത്വരീഖത്തിന്റെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. മദ്ഹബിന്റെ പക്ഷക്കാർ ഇന്ന് വളരെ കുറഞ്ഞു പോയി, ഒരു കാലത്തുണ്ടായിട്ടുണ്ട്. ഇന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. സംഘടന ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് അവരുടെ ക്ലാസ്സിന് വന്ന ആൾക്കാരോട് മാത്രം അല്ല, അങ്ങനെ ആർക്കെങ്കിലും സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു ന്യായീകരണം, ഒരാളെയും ന്യായീകരിക്കേണ്ടതായ ഒരാവശ്യം നമ്മൾ ഒരാൾക്കില്ല. ആരുടെയും തെറ്റുകളൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ അങ്ങനെ ആകാതിരിക്കുക എന്നത് പരിശ്രമിക്കുക. അതാണ് നമ്മുടെ വാദങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഒരു നിലക്ക് ഹിസ്ബിയത്ത് ആർക്കും പാടില്ല. വലാത് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിന് വേണ്ടി മാത്രം. അല്ലാതെ ഒരാൾ എല്ലാ വിദ്യാർത്ഥികളും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ സംഘടനയൊക്കെ വിട്ടിട്ട് നമ്മൾ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ഹിസ്ബിയത്താണ്. കാരണം ഓൻ്റെ അടുത്ത് കാണുന്ന സംഘടനയിൽ അല്ലെങ്കിൽ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവൻ്റെ അടുത്തുണ്ട്. ബിദ്അത്തായ വാദങ്ങളുണ്ട്. ഒരാൾ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്, അതൊരു ബിദ്അത്തായ വാദമാണ്. ഒരാൾ സലഫിയത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മുസ്ലിം ഭരണാധികാരി തക്ഫീർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ രൂപത്തിലെ വാദം ഒരാൾക്കുണ്ട്. പക്ഷെ അത് സംഘടന ഒന്നുമില്ല. പക്ഷെ സംഘടന ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് മാത്രം നമുക്ക് ആരോട് സ്നേഹം? സംഘടന എന്തായാലും ഇല്ലല്ലോ, അയാൾ നമുക്ക് കൂട്ടിപ്പിടിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഹിസ്ബിയത്തുണ്ട്. കാരണം നമ്മൾ അവിടെ അയാൾ സംഘടനയിൽ നിന്ന് പുറത്താണ് എന്നുള്ളത് കൊണ്ട് മാത്രം അയാളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പം അത് മനസ്സിലാക്കാം. നമ്മൾ ഈ അടിസ്ഥാനങ്ങൾ വെച്ച് മാത്രമേ ഒരാളെ സ്നേഹിക്കാനോ വെറുക്കാനോ ഒക്കെ പറ്റുള്ളൂ. അല്ല സംഘടന ഉണ്ട് ഇല്ലാത്തൊന്നും നമുക്കൊരു മാനദണ്ഡമേ അല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അത് പിന്നെ പരിഹാസത്തിന് വേണ്ടി ചില ആളുകൾ പറയുന്നതാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് പരിഹസിച്ചിട്ടൊന്നും മറുപടി പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സംഘടന ഇല്ലാത്ത സംഘടന, സംഘടന ഇല്ലാത്ത സംഘം, ഇവരുടെ പ്രശ്നം സംഘടന എന്നുള്ളതാണ്. എന്നിട്ട് അതിങ്ങനെ കാണിച്ച് സംഘം എന്നൊക്കെ ഉണ്ട്. നമ്മളാരും സംഘടന എന്ന് തന്നെ പേര് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ അതിൻ്റെ പേരിലുള്ള ഹിസ്ബിയത്ത് പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ.